ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഒരു പോയട്രിയാണ്, ലാഫിംഗ് സോങ്. അത് എഴുതിയത് വില്യം ബ്ലേക്കാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. സംടൈംസ് ദ ഷീർ പ്രസൻസ് ഓഫ് നേച്ചർ ഫിൽസ് us വിത്ത് ജോയ്. അപ്പോൾ എന്താ പറയുന്നത് അവിടെ? ചില സമയം ആ നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു തെളിഞ്ഞ സാന്നിധ്യം ഉണ്ടല്ലോ, നമുക്കൊരുപാട് സന്തോഷം നൽകും. വി സീ ലാഫ്റ്റർ ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട് us. അപ്പം നമുക്ക് ചുറ്റും നോക്കുമ്പോൾ എന്താ, പ്രകൃതിയിൽ എന്താ കിളികളുടെ ശബ്ദം, പിന്നെന്താ പുഴ ഒഴുകുന്ന ശബ്ദം, അങ്ങനെയൊക്കെ ഒത്തിരി പ്രകൃതി മനോഹരമായ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനൊരു കുളിർമ, ഒരു സന്തോഷം ഉണ്ടാവത്തില്ലേ? അതിനെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. വി സീ ലാഫ്റ്റർ ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട് us. അപ്പം എല്ലാവരും ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ലെറ്റ് us റീഡ് ദ പോം. ലാഫിംഗ് സോങ്. ലാഫിംഗ് സോങ് എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം, സന്തോഷത്തിൻ്റെ ഗാനം എന്നൊക്കെ നമുക്ക് പറയാം. എഴുതിയത് വില്യം ബ്ലേക്ക് ആണ് കേട്ടോ. ഓക്കെ. വെൻ ദ ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ്. അപ്പോൾ ഗ്രീൻ വുഡ്സ് എന്ന് പറയുന്നത് എന്തിനെയാണ്? പച്ച നിറമല്ലേ മരങ്ങൾക്കെല്ലാം. അപ്പോൾ ഒരു ഫോറസ്റ്റിനെ പറയാം, മരങ്ങളെല്ലാം കൂടി നിൽക്കുന്നതിനെയാണ് വുഡ്സ് എന്ന് പറയുന്നത്. വെൻ ദ ഗ്രീൻ വുഡ്സ് ലാഫ്. അപ്പോൾ ഈ മരങ്ങളെല്ലാം ചിരിക്കുന്നു. എങ്ങനെയാണ്? വിത്ത് ദ വോയിസ് ഓഫ് ജോയ്. എന്താ? സന്തോഷത്തിൻ്റെ വോയിസാണ് അവർക്ക്. ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ് ബൈ. പിന്നെ ഡിംപ്ലിംഗ് സ്ട്രീം എന്ന് പറഞ്ഞാൽ സ്ട്രീം അരുവിയാണ്. അപ്പം ഡിംപ്ലിംഗ് ഒഴുകുന്ന അരുവി. അപ്പോൾ ഒഴുകുന്ന ഈ അരുവി എന്താണ്? ചിരിച്ചുകൊണ്ടാണ് ഒഴുകുന്നത് അരുവി. മരങ്ങളെല്ലാം എങ്ങനെയാണ് നിൽക്കുന്നത്? സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. അതുപോലെ അരുവി ചിരിച്ചുകൊണ്ട് ഒഴുകുന്നു. വെൻ ദ എയർ ഡസ് ലാഫ് വിത്ത് അവർ മെറി വിറ്റ്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള എയർ, വായു ചിരിക്കുകയാണ്. എങ്ങനെയാണ്? വിത്ത് അവർ മെറി വിറ്റ്. മെറി വിറ്റ് എന്ന് പറഞ്ഞാൽ മെറി സന്തോഷമാണ്. അപ്പോൾ മെറി വിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്ന സന്തോഷം നിറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ പ്രദേശത്തുള്ള പ്രകൃതി എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് അവിടെ ചിരിക്കുന്നത്? ഫസ്റ്റ് ലൈനിൽ ഗ്രീൻ വുഡ്സ് ചിരിക്കുന്നു, പിന്നെ ഡിംപ്ലിംഗ് സ്ട്രീം ഒഴുകുന്ന അരുവി ചിരിക്കുന്നു, അതുപോലെ എയർ ചിരിക്കുന്നു. ആൻഡ് ദ ഗ്രീൻ ഹിൽ. ഇനി ഗ്രീൻ ഹില്ലും ചിരിക്കുകയാണ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. അപ്പം ഈ ശബ്ദം എല്ലാം കേട്ടിട്ട് ഗ്രീൻ ഹില്ലും എന്ത് ചെയ്യുന്നു? ചിരിക്കുകയാണ്. ഇനി അടുത്ത പാര. വെൻ ദ മെഡോസ് ലാഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ. മെഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽമേടുകളാണ്. അപ്പോൾ ഈ മെഡോസ് ചിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് ചിരിക്കുന്നത്? പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളാണ്, ലൈവ്ലി ഗ്രീനാണ്. അപ്പോൾ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ ചിരിക്കുമ്പോൾ വേറെ ആരും കൂടെ ചിരിക്കും. ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ ലവ്സ് ഇൻ ദ മെറി സീൻ. അപ്പോൾ ആ മെറി പച്ചപ്പ് നിറഞ്ഞ പച്ചപ്പെല്ലാം കണ്ടിട്ട് ഈ ഗ്രാസ് ഹോപ്പറും ചിരിക്കുകയാണ്. മെഡോസ് ചിരിക്കുന്നു, ഗ്രാസ് ഹോപ്പർ ചിരിക്കുന്നു. വെൻ മേരി ആൻഡ് സൂസൻ ആൻഡ് എമിലി. അപ്പോൾ അവിടെ 3 കുട്ടികളുണ്ട്, മേരി, സൂസൻ, എമിലി. അവരും ചിരിക്കുകയാണ്. വിത്ത് ദ സ്വീറ്റ് റൗണ്ട് മൗത്ത്. അപ്പോൾ അവരുടെ മനോഹരമായിട്ടുള്ള റൗണ്ട് മൗത്ത്, റൗണ്ടായിട്ടുള്ള വാ കൊണ്ട് അവർ ചിരിക്കുകയാണ്. എങ്ങനെയാണ് ചിരിക്കുന്നത്? ഹാ ഹാ ഹി എന്ന് പറഞ്ഞാണ് അവർ ചിരിക്കുന്നത്. ഇനി അടുത്ത പാര. വെൻ ദ പെയിൻറ്റഡ് ബേർഡ്സ് ലാഫ് ഇൻ ദ ഷെയ്ഡ്. പെയിൻറ്റഡ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ചെയ്ത ബേർഡ്സ് എന്നല്ല അർത്ഥം, വളരെ നല്ല മനോഹരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സ് എന്നാണ് അർത്ഥം. ഇൻ ദ ഷെയ്ഡ്, ആ തണലിൽ ഇരുന്നു കൊണ്ട് ഈ കളർഫുൾ ബേർഡ്സ് എന്ത് ചെയ്യുകയാണ്? ചിരിക്കുകയാണ്. വെൻ അവർ ടേബിൾ വിത്ത് ചെറീസ് ആൻഡ് നട്ട്സ് ഈസ് സ്പ്രെഡ്. അപ്പോൾ അവരുടെ ടേബിളിൽ എന്തുണ്ട്? ചെറീസും നട്ട്സും എല്ലാം സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? കം ലീവ് ആൻഡ് ബി മെറി ആൻഡ് ജോയിൻ വിത്ത് മീ. അപ്പോൾ എന്താ പറയുന്നത്? കം, വരൂ, ജീവിക്കൂ, സന്തോഷിക്കൂ, നമ്മളോടൊപ്പം കൂടൂന്ന്. ആരായി നമ്മൾ? നമ്മൾ ഈ പോയം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരെയാണ് വിളിക്കുന്നത്, വരാൻ വിളിക്കുകയാണ്, നമ്മൾ ക്ഷണിക്കുകയാണ്. കം ലീവ് ആൻഡ് ബി മെറി ആൻഡ് ജോയിൻ വിത്ത് മീ ടു സിംഗ് ദ സ്വീറ്റ് കോറസ് ഓഫ് ഹാ ഹാ ഹി. അപ്പോൾ എന്താ കോറസ് എന്ന് പറഞ്ഞാൽ പാട്ടെന്നർത്ഥം. ഈ സ്വീറ്റ് കോറസ് പാടാൻ പറയാണ്. എന്താണ് പാട്ട്? ഹാ ഹാ ഹി. ഈ പാട്ട് പാടാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ചെറിയ ഒരു പോയട്രിയാണിത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.